ഭാഗ്യം കൊണ്ട് ഇപ്പം കണ്ടു. സത്യമായിട്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പെട്ടുപോയാൽ വല്ലാത്ത അവസ്ഥയായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ടാങ്ക് മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിനു മുന്നേ ഈ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞ്, കാരണം മഴക്കാലമായതുകൊണ്ട് തന്നെ ഇപ്പം നല്ല പാമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതും ടാങ്കിൻ്റെ അടുത്ത് പാമ്പ് വന്നാൽ നമുക്ക് കാണാൻ കൂടി പറ്റത്തില്ല. സോ ഇതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി നമുക്ക് ഈ ടാങ്കിൽ കുറച്ച് മീൻ ആഡ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഒരു താമര വെക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് വെട്ടാം. അതിനുള്ള മൺവെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. എന്തായാലും നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ 2 സാധനത്തിനെ കാണിച്ചതാണ്. കാരണം ഇവന്മാരെ മേടിച്ചിട്ട് എത്രയോ കൊല്ലങ്ങളായി, പക്ഷെ ഇന്നവരെ മുട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ 2 ആണ്, അല്ലെങ്കിൽ 2 പെണ്ണ്. ഇതിലാണെങ്കിൽ ടോട്ടൽ 5 മയിൽപ്രാവുണ്ട്. ആദ്യം കുറേ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിനും മറ്റേ മെരു വന്ന് പിടിച്ചു. ഇപ്പോൾ 5 മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് മുട്ടിയിട്ട് കുഞ്ഞു വിരിഞ്ഞു. അതിൻ്റെ അവസ്ഥയാണെങ്കിൽ ഈ കാണുന്ന അവസ്ഥയിലായി. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം കുറേ കാലമായിട്ട് കുഞ്ഞുങ്ങളെ വിരിയുന്നില്ല. ഒന്നാമത് ഞാനിപ്പോൾ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, കാരണം ഞാൻ നാട്ടിലില്ലല്ലോ. അപ്പോൾ അമ്മയാണ് നോക്കാറ് മെയിനായിട്ട്. പക്ഷെ അമ്മക്കും നോക്കുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫുഡ് ഇടുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മാസത്തിൽ ഞാൻ വരുന്ന ദിവസം ഇതൊന്ന് ക്ലീൻ ചെയ്യും. ഇവർ വീണ്ടും കൂട് മാറാനുള്ള പ്ലാനാണെന്ന് അറിയത്തില്ല. കാരണം ഈ കാണുന്ന വൈറ്റിൻ്റെ കൂട് മുകളിലാണ്. താഴത്തെ കൂട്ടിൻ്റെ ഓണേഴ്സ് ഈ കാണുന്ന 2 എണ്ണം, ഒന്നിവിടെ, ഒന്നതിൻ്റെ ബാക്കിലുണ്ട്. ഈ 2 എണ്ണമാണ് താഴത്തെ കൂടിൻ്റെ ഓണേഴ്സ്. പക്ഷെ ഇവന്മാരിപ്പം താഴത്തെ കൂട് കയ്യേറിയിട്ടുണ്ട്. അതെന്തായാലും സമ്മതിക്കാൻ പറ്റാത്തതാണ്. സോ അതെന്തായാലും നമുക്ക് മാറ്റിയിടണം. പിന്നെ ഈ കാണുന്നതിൻ്റെ ഇത് ഇവിടെ ഉണ്ടായതാണ്. ഇവിടെ ഉണ്ടായതാണ്. ഞാൻ പിന്നെ ഇതിനൊരു ജോഡിനൊന്നും വാങ്ങിക്കൊടുത്തില്ല. എനിക്ക് തോന്നി ഇത് പെണ്ണാണെന്ന് തോന്നുന്നു. എന്തായാലും ഓക്കെ, ഇനി അടുത്തൊരു മുട്ട ഇടുമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോഴാണ് ഇതിൻ്റെ കുഞ്ഞ് ചത്തുപോയത്. പിന്നെ മഴക്കാലത്ത് ഇപ്പം കുഞ്ഞിനെ കിട്ടിയിട്ടും സേവ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഒന്നെങ്കിൽ ഇവിടെ പാമ്പ് വരും, അല്ലെങ്കിൽ മെരു വരും. കണ്ടില്ലേ, ഇതൊക്കെ കഴിഞ്ഞ മഴക്ക് ഈ എന്തോ ഒരു തേങ്ങയോ എന്തോ സാധനം പൊട്ടി വീണിട്ട് ഈ ഭാഗത്തെ ഷെഡ് പോയി. ഈ കൂട് മൊത്തം ഇതേ അവസ്ഥയായി. പിന്നെ ഈ നെറ്റൊക്കെ കണ്ടോ, മെരു വന്ന് കടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറി കൊണ്ടുപോകും. ഇതാണ് അവസ്ഥ. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. വേറൊന്നുമില്ല, ആ ടാങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം കുറേ ചെടി വാങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് മീനെ വാങ്ങിച്ച് അതിലിടണം. പക്ഷേ ഇപ്പം മറ്റേ നെറ്റ് ഇട്ടത് കൊണ്ട് കുക്കിൻ്റെ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഓരോ കുക്ക് ഇരുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് എൻ്റെ മീൻ ഇപ്പം അങ്ങനെ കൂടിക്കൂടി ഇടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആ ടാങ്കിൽ മറ്റേ കൊതുക് വലിയില്ല, അതോ ആദ്യം ഇട്ടുകൊണ്ടിരുന്നു. അപ്പം വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എപ്പം നെറ്റ് മാറ്റുമോ അന്ന് തൊട്ട് എല്ലാത്തിനെയും പിടിക്കാൻ നമ്മളെ പൊക്കാശം വരും. അതൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. സോ കുറേ പണ്ട്. പക്ഷേ 2 ദിവസമുള്ളൂ. 2 ദിവസമില്ല. ഇന്ന് ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, ഏതെങ്കിലും ദിവസം വീണ്ടും തിരിച്ച് കൊച്ചിപ്പോകണം. കാരണം ഓഫീസിൽ പോകണം, പണിയെടുക്കണം. അതിനുള്ളിൽ ഇതെല്ലാം തീർത്ത് വെക്കണം. അപ്പോൾ എന്തായാലും പരിപാടി തുടങ്ങാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട്. ഇനി പണി തുടങ്ങിയാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഇതിനുണ്ട് കൈയിടുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. അഥവാ എന്തെങ്കിലും പാമ്പ് വല്ലതും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ കൈയിട്ടുകൊണ്ട് നമ്മളിങ്ങനെ പണി ചെയ്യുന്നത്. ഇതൊക്കെ എന്താണോ എന്തോ. ഈ ചെടി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കളയണ്ട, കാരണം ഇത് അത്യാവശ്യം നല്ല ചെടിയാണ്. സോ അതവിടെ വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പുല്ല് ഇങ്ങനെ പറിച്ച് കളയാം. അയ്യോ, ഒരു ബ്ലൂടൂത്ത് മൈക്ക് വേണം. അതാകുമ്പോൾ സൗണ്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കും. എൻ്റെ ഇടയ്ക്കുള്ളൊരു വയർഡാണ്. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് ഇപ്പോൾ യൂസ് ചെയ്യാത്തത്. അതും ഇതും ഒക്കെ ആയിട്ട് ഒരുമിച്ച് അങ്ങ് പിടിച്ച് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈഡൊക്കെ ഞാൻ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ അങ്ങ് ക്ലീനാക്കിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ക്ലീനാക്കിയിട്ടില്ല. എന്നാലും ഇത് പിന്നെ ഞാൻ ഇവിടെ വീണ്ടും തിരിച്ച് കൊണ്ടിട്ടത്. കാണുമ്പോൾ ഒരു രസമുണ്ട്. അതായത് ദൂരെ നിന്ന് കാണുമ്പോൾ രസമുള്ളതുകൊണ്ട് അത് വീണ്ടും അവിടെ തന്നെ കൊണ്ടിട്ടു. ഈ സൈഡാണെങ്കിൽ ഞാൻ അങ്ങനെ വൃത്തിയായില്ല, കാരണം വൃത്തിയാക്കിയിട്ടും വലിയ കാര്യമില്ല. പെട്ടെന്ന് ഈ സൈഡ് കാട് പിടിക്കും.
ഓ, ആകെ മൊത്തം തളർന്നു. ഇനിയാണ് മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന അസോള, ഇത് ആക്ച്വലി അസോളയല്ല, ഇത് ഡക്ക് വീഡാണ്. ഈ ഡക്ക് വീഡ് മൊത്തം എടുത്ത് കളയും. കാരണം ഇത് ടാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ടാങ്ക് മൊത്തത്തിൽ വട്ട് പിടിക്കും. കാരണം ഈ സംഭവം എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യന്മാർക്ക് പ്രാന്താവും. അങ്ങനെയുള്ളൊരു സാധനമാണ് ഇത്. സോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വല്ല ടാങ്ക് ഉണ്ടെങ്കിൽ ഇമ്മാതിരി സാധനം ഇതിലിടരുത്. ഇതിപ്പം മഴക്കാലമായതുകൊണ്ടാണ് കുറവായിട്ട് തോന്നുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടല്ലോ, ഒരു ലോഡ് ഉണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ എടുത്ത് കളയത്. ഇതൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ അസോള, അതായത് കുറച്ച് വലിയ സൈസ് അസോള ഇതിലിടണം. ഇനി ഇതിലുള്ള മീനുകളെ നിങ്ങൾ കാണുന്നുണ്ടോ? കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാം ചത്തു. കുറേ എണ്ണത്തിന് കൊക്ക് കൊണ്ടുപോയി, കുറേ എണ്ണം ഇങ്ങനെ വെള്ളം കയറിയിട്ട് കൊക്കിന് ഭയങ്കര എളുപ്പം ഇവിടെ വന്ന് പിടിക്കാൻ. സോ ഇനി വലയെല്ലാം പതുക്കെ എടുത്ത് മാറ്റണം. ആക്ച്വലി ഇപ്പോൾ ടാങ്ക് വൃത്തിയാക്കാൻ പ്ലാൻ ചെയ്തത് വളരെ നന്നായി. ഇല്ലെങ്കിൽ അടുത്ത മാസം വരുമ്പോൾ എൻ്റെ മീൻ മൊത്തം ചത്തിട്ടുണ്ടാവും. കാരണം ഇതോണ്ട് ഇതെന്താണെന്നറിയോ? ഇതാണ് തവളകളുടെ മുട്ട. തവള മുട്ടിയിട്ട് പോയിരിക്കുമോ. ഭാഗ്യത്തിന് ഇതുവരെ അത് വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ ഇതിലുള്ള മീനുകളെല്ലാം ഇങ്ങനെ ചത്ത് പൊങ്ങിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇത്രയും മീനുകളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പിടിച്ച് തിന്നു. സോ ഈ വല മാറ്റിയിട്ട് മറ്റേ കൊതുക് വല ഇടേണ്ടി വരും. അല്ലെങ്കിൽ റിസ്ക്കാണ് കാര്യം, റിസ്ക്. ഞാൻ ആദ്യം ഇത് ഫാഷൻ ഫ്രൂട്ടാണെന്ന് വിചാരിച്ചത്, പക്ഷെ പിന്നെയാണ് മനസ്സിലായത് തവളക്കുഞ്ഞാണ് മക്കളെ, തവളക്കുഞ്ഞ്. മൊത്തം എടുത്ത് കളയണം. അതെ, ഇങ്ങനെ പോരാ. ഇതിൽ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയില്ല. ഓ ഷിറ്റ്, അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്കറിഞ്ഞൂടാ, എൻ്റെ മീനുകളെല്ലാം ചത്തുപോകും. സോ ഇതിന് നമുക്ക് എവിടെ കളയാന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു തോടുണ്ട്. സോ ഭാഗ്യം കൊണ്ട് ഇപ്പം കണ്ടു, സത്യമായിട്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പെട്ടുപോയാന്. വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇനി ഉണ്ടോയെന്ന് നോക്കണം. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റൂ ഒന്നുമില്ല. ഈ ടാങ്കിലാണെങ്കിൽ കുഴപ്പമില്ല. ഈ ടാങ്കിൽ തവള മുട്ടെടുത്തില്ല. കാരണം അതിലുള്ളത് നമ്മുടെ ഫിലോപ്പി ടാങ്കർ. അതുകൊണ്ട് തന്നെ തവള മുട്ടിയിട്ട അവറ്റകൾക്ക് കുറച്ച് ഫുഡ് കിട്ടുമെന്നേ ഉള്ളൂ. ഈ സൈഡ് ഇല്ല, പെർഫെക്റ്റാണ്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. സന്തോഷം. മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? അയ്യോ, ഒരുപാടായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതലുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ കണ്ടത്തിലുള്ള സ്നെയിലാണ്. പക്ഷെ ഇത് ടാങ്കിലുള്ളത് വളരെ നല്ലതാണ്. ഇത് കണ്ടോ, ഇതുപോലെ ചത്ത മീനൊക്കെ ഇത് കഴിക്കും. ഇടയ്ക്ക് ഇതുപോലെ മീനൊക്കെ ചാവാറുണ്ട്, സ്വാഭാവികം. അയ്യോ, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിനെല്ലാം ഇതോടെ അവസാനമായിരിക്കണം.
അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പരിപാടി നാളെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഐ എം നോട്ട് ഷുവർ. സോ അത്രേ ഉള്ളൂ.